A+2 സ്വാഗതം. ഇന്ന് ക്ഷേമ പെൻഷനെക്കുറിച്ച് ഗൗരവമായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്ഷേമ പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട്, ആ ക്ഷേമ പെൻഷൻ എപ്പോൾ കിട്ടാനാണ് സാധ്യത, സർക്കാർ എപ്പോൾ നൽകും എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇത് സംബന്ധിച്ചിട്ടുള്ള സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ആധികാരികമായ വിവരങ്ങളാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധികാരികമായ വിവരങ്ങൾ മാത്രമേ ഈ ചാനലിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലായാലും എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന, അവർക്ക് ശരിക്കും താല്പര്യമുള്ള വിഷയങ്ങളാണ് ഓരോ ദിവസവും വൈകുന്നേരം 6 മണിക്ക് അവതരിപ്പിക്കുന്നത്. ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അത് മുൻപ് ചെയ്ത വീഡിയോയുടെ ഏകദേശം 1 മിനിറ്റോളം വരുന്ന വീഡിയോസാണ്. യൂട്യൂബ് തന്നെ അങ്ങനെ വീഡിയോ ചെയ്യാൻ പെർമിഷൻ നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ചെയ്യണം എന്ന് യൂട്യൂബ് നിർബന്ധമായും പറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഇടുന്നത്. ആ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിലേക്ക് നിങ്ങൾ വിരലമർത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. യൂട്യൂബിൽ തന്നെയുള്ള ഒറിജിനൽ വീഡിയോ. അതുവഴി നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ കഴിയും. ഇന്ന് നമുക്ക് ക്ഷേമ പെൻഷനെക്കുറിച്ച് നോക്കാം. ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് 62 ലക്ഷം പേരാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതിമാസം 1600 രൂപയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാ വർഷവും 100 രൂപ വെച്ച് കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. മാത്രമല്ല, ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായും കൊടുക്കും എന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും 3 മാസത്തെ കുടിശ്ശിക പെൻഡിങ്ങിലാണ്. ഇടയ്ക്ക് ഈ പെൻഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയുമുണ്ട് 3 മാസത്തെ പെൻഡിങ്. അത് എപ്പോൾ നൽകുമെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയിൽ 2 എണ്ണം കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് 31 മുമ്പ് തന്നെ കൊടുത്ത് തീർത്തിരുന്നു. 5 എണ്ണത്തിൽ 2 എണ്ണം കൊടുത്ത് തീർത്തു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31, ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ 1. അപ്പോൾ കഴിഞ്ഞ മാർച്ച് 31 മുമ്പ് തന്നെ ഈ 5 കുടിശ്ശികയിൽ 2 എണ്ണം കൊടുത്തു. ഇനി ബാക്കി 3 കിടപ്പുണ്ട്. അത് എന്ത് കിട്ടും? സംശയമേ വേണ്ട, ദാ വരാൻ പോകുന്നു. അതിൽ ഒരെണ്ണം അടുത്ത മാസം കൊടുക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത മെയ് മാസത്തെ ഈ എല്ലാ മാസവും കിട്ടുന്ന തുകയോടൊപ്പം കുടിശ്ശികയിൽപ്പെട്ട 3 എണ്ണത്തിൽ ഒരെണ്ണം കൂടി നൽകും. അത് അടുത്ത മാസം കിട്ടും. ഇപ്പോൾ കുറേ നാളുകളായി, ഏകദേശം 1 വർഷമായി ഈ കൃത്യമായും മാസം തോറുമുള്ളത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന് അങ്ങനെ ഒരു സൽബുദ്ധി തോന്നി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള കുടിശ്ശിക എന്ന് പറയുന്നത് മെയ് മാസത്തിൽ ഒരു കുടിശ്ശിക തന്നാൽ, 3 കുടിശ്ശികയിൽ ഒരെണ്ണം തന്നാൽ പിന്നെ 2 എണ്ണം ബാക്കി വരും. അത് എപ്പോഴാണ് നൽകുക എന്നറിയാമോ? ഒരെണ്ണം ഓണത്തിന് തരും. അതിൻ്റെ ശേഷമുള്ള അവശേഷിക്കുന്ന ഒരെണ്ണം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നൽകും. അതോടുകൂടി കുടിശ്ശിക തീരും. അപ്പോൾ 3 മാസത്തെ കുടിശ്ശിക ഉള്ളതിൽ 1 മാസത്തെ കുടിശ്ശിക അടുത്ത മാസം നൽകും. അതിനുശേഷമുള്ള 1 മാസത്തെ കുടിശ്ശിക അടുത്ത ഓണത്തിന് തരും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുടിശ്ശിക തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തരും. അതോടെ കുടിശ്ശിക തീരും. അങ്ങനെ കുടിശ്ശിക തീർത്തിട്ടാണ് സർക്കാർ ലോക്കൽ ബോഡി ഇലക്ഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപന ഇലക്ഷനെ ഫേസ് ചെയ്യാൻ ഇറങ്ങുന്നത്. എന്തു പറയുമെന്നറിയാമോ? എല്ലാ കുടിശ്ശികയും തീർത്ത് കഴിഞ്ഞ ഒരു സർക്കാരാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്ത് കഴിഞ്ഞ സർക്കാരാണ്. പ്രതിമാസം കൃത്യമായും തരുന്ന സർക്കാരാണ്. ആ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം. ഇതായിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യം. പൂർണ്ണമായ ക്ഷേമ പെൻഷൻ നൽകി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനി 3 ഗഡു ഉൾപ്പെടെ സർക്കാർ നൽകാനുള്ളത് 2700 കോടി രൂപയാണ് നൽകാനുള്ളത്. ഇത് പെൻഷൻ വിതരണത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ട തുകയാണ്. സർക്കാർ ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കടിഞ്ഞാൻ വന്നതും എങ്ങനെയെന്ന് നോക്കാം. ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി തന്നെ ഒരു കമ്പനി സർക്കാർ രൂപീകരിച്ചു. ഈ കമ്പനി എന്ത് ചെയ്തു? വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വായ്പകൾ എടുത്തു. ഈ വായ്പകളെല്ലാം കൂടി ഇപ്പോൾ കുടിശ്ശികയായി കിടപ്പുണ്ട്. വായ്പ മാത്രമല്ല, പലിശയും കൂടി കുടിശ്ശികയായി കിടപ്പുണ്ട്. ആ കുടിശ്ശിക സർക്കാർ തീർക്കാനുണ്ട്. കൂടാതെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സഹകരണ ജീവനക്കാരാണ് വീടുകളിൽ പെൻഷൻ കൊണ്ട് എത്തിക്കുന്നത്. അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണം. ഈ ഇൻസെൻറ്റീവ് 9 മാസമായി കുടിശ്ശികയാണ്, കൊടുത്തിട്ടില്ല. അതും കൊടുക്കാനുണ്ട്. അത് ഏകദേശം 61.2 കോടി രൂപ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ഇനി വൈകുമ്പോൾ ആ തുക കൂടുകയും ചെയ്യും. കേന്ദ്രം എങ്ങനെ പിടിമുറുക്കി എന്നുള്ളത് നോക്കാം. ഈ കമ്പനി രൂപീകരിച്ചല്ലോ. ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ അത് ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ റോള് ചെയ്യുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. റോള് ചെയ്തോ, പക്ഷേ കടമെടുപ്പ് പരിധിയിൽ ഞങ്ങൾ വെട്ടിക്കുറയ്ക്കും. നിങ്ങൾ ഈ എടുക്കുന്ന വായ്പ ഞങ്ങൾ ആ പരിധിയിൽ വെട്ടിക്കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിധിയുടെ കാര്യം പരിങ്ങലിലാകും. ഇതാണ് കേന്ദ്രം ചെയ്തത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷന് വേണ്ടിയുള്ള പ്രത്യേക കമ്പനി രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം അതേ രീതിയിൽ തന്നെ ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. എന്താണ് ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ ഗവൺമെൻറ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് 4 വോട്ടർമാർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. 4 വോട്ടർമാർ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് കിട്ടുന്നുണ്ടെന്നാണ് കണക്ക്. അതായത് 4-ൽ 1 ക്ഷേമ പെൻഷൻകാർ നമ്മുടെ സംസ്ഥാനത്ത് വോട്ടർമാരാണ് കേട്ടോ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലെ വോട്ടർമാരുടെ കണക്കെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആ വോട്ടർമാരിൽ 4 വോട്ടർമാർ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളാണ്. അപ്പോൾ സർക്കാരിന് നല്ല ബോധ്യമുണ്ട്, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ സാറ്റിസ്ഫൈഡ് ആക്കിയിരിക്കണം, എങ്കിലേ വോട്ട് വരൂ. വോട്ട് ബാങ്കാണല്ലോ പ്രധാനം. അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് പാർട്ടി ആയാലും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. ചിലത് ചെയ്യും, ചിലത് ചെയ്യാതിരിക്കും എന്നുള്ളതാണ്. സർക്കാർ നന്നായി കരുതിയിരുന്നു ക്ഷേമ പെൻഷൻ്റെ എല്ലാ കാര്യവും തീർക്കണം. എപ്പോൾ? അത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തീർത്താൽ ആളുകളൊക്കെ ഹാപ്പിയാവും. 62 ലക്ഷം ആളുകളെ ഹാപ്പിയാക്കുന്നതിന് ഏറ്റവും മികച്ച തന്ത്രം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക മുഴുവൻ ഇലക്ഷന് മുമ്പ് തീർത്തിട്ട് ജനങ്ങളെ ഫേസ് ചെയ്യുക. ഞങ്ങളിതാ എല്ലാ കുടിശ്ശികയും തീർത്ത ഗവൺമെൻറ്റാണ്. നിങ്ങൾക്കിപ്പോൾ കൃത്യമായും പെൻഷൻ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഗവൺമെൻറ് നെഗറ്റീവായി പോകുന്ന ഗവൺമെൻറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളുമായിട്ടാണ് സർക്കാർ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇനി കേൾക്കുക, ആകെ വോട്ടർമാരുടെ എണ്ണം എത്രയാണ്? ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരളത്തിൽ 2.68 കോടി ജനങ്ങൾ വോട്ടർമാരായി ഉണ്ട്. ഈ വോട്ടർമാരിൽ ഏകദേശം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 62 ലക്ഷം പേർക്കാണ് പ്രതിമാസം 1600 രൂപ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം സർക്കാർ എത്ര കൊടുക്കേണ്ടി വരുമെന്നോ? 1600 കോടി രൂപ. 1600 രൂപ വെച്ച് 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന തുകയാണ്. ഏകദേശം റൗണ്ടപ്പ് ചെയ്താണ് പറയുന്നത് കേട്ടോ, കൃത്യം എന്നല്ല. ഏകദേശം 11,000 കോടി രൂപ ഒരു വർഷം സർക്കാർ ചെലവാക്കുന്നുണ്ട്. ഒരു വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇതുവരെ സർക്കാർ നൽകിയതിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 36,110 കോടി രൂപ ക്ഷേമ പെൻഷന് ഈ ഗവൺമെൻറ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. ഈ കണക്കുകളെല്ലാം ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളോട് ഈ കണക്കെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ വോട്ട് ചോദിക്കാൻ വരുന്നത്.
അപ്പോൾ പെൻഷൻ സംബന്ധിച്ച്, ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന വാർദ്ധക്യകാല പെൻഷനായാലും വിധവാ പെൻഷനായാലും അവിവാഹിതരായ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള പെൻഷൻ ആയാലും കർഷക തൊഴിലാളി പെൻഷനായാലും ഈ പെൻഷൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ശരിക്കും സർക്കാരിൻ്റെ തുകയോടൊപ്പം പ്രധാനപ്പെട്ട 3 പെൻഷനുകൾക്ക് കേന്ദ്ര സഹായം കിട്ടുന്നുണ്ട്. അത് വളരെ ചെറിയ തുകയാണ്. അതും അടുത്ത കാലത്ത് കൃത്യമായും വരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കാരണം സർക്കാരുകൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. കേന്ദ്രം ഭരിക്കുന്നത് മറ്റൊരു പാർട്ടിയാണ്, സംസ്ഥാനം ഭരിക്കുന്നത് വേറൊരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ തർക്കമൊക്കെ വന്നു എന്ന് വരാം. അതിലൊക്കെ തന്നെ ഈഗോ ഇഷ്യൂസ് ഒക്കെ വരാം. ഇത് ആരുടെ ഇമേജിനെ വർദ്ധിപ്പിക്കും? ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വന്നാൽ ആരുടെ ഇമേജിനെ വർദ്ധിപ്പിക്കും? ഇതെല്ലാം തന്നെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റും അതുപോലെ പാർട്ടികളുമൊക്കെ നയരൂപീകരണം നടത്തുന്നത്, പോളിസി മേക്കിംഗ് നടത്തുന്നത്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ക്ഷേമ പെൻഷൻ്റെ ആധികാരികമായ വിവരങ്ങൾ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യം ഈ ചാനലിൽ ഇനിയും ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ജനങ്ങൾ കൂടുതൽ ഇത് അറിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതിനോട് ഒപ്പം നിൽക്കുക. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ഒരു ബെൽ ഐക്കണുള്ള ഒരു ബെല്ലിൻ്റെ ചിത്രം, അതിൽ കൂടി വിരലമർത്തിയാൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കുള്ള എപ്പിസോഡിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏത് വിഷയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. എല്ലാ വിഷയവും ഒന്ന് കേട്ടിരിക്കുക. ചെറിയൊരു സമയമാണ്, പക്ഷേ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അല്പം മാറ്റിവെച്ച് അത് കേട്ടാൽ നിങ്ങൾക്ക് ഇന്നോ നാളെയോ ഉപകാരപ്പെടും, ഫ്രണ്ട്സിന് ഉപകാരപ്പെടാം, ആർക്കെങ്കിലും ഉപദേശം കൊടുക്കാം. അതൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു ജനകീയ സംരംഭമാണ് ഈ ചാനൽ A+ ട്യൂബ്. തീർച്ചയായും ചാനലിനോടൊപ്പം നിൽക്കുക. നന്ദി.